നമസ്കാരം. കേരളത്തിലെ 2026 തെരഞ്ഞെടുപ്പ് വിസ്മയം കാത്തുവച്ചിരിക്കുന്നത് മഞ്ചേശ്വരം മണ്ഡലമാണ്. മഞ്ചേശ്വരം മണ്ഡലത്തിലെ വിസ്മയത്തിന് പ്രധാനപ്പെട്ട കാരണം ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും BJP വിജയിക്കണം എന്ന കാഴ്ചപ്പാടോടുകൂടി തെരഞ്ഞെടുപ്പിന് മുമ്പ് വളരെയധികം വോട്ടുകൾ, അവരുടെ ഭാഷയിലൊക്കെ പറഞ്ഞ് 36,000 വോട്ടൊക്കെ അവർ ചേർത്തു എന്നാണ് പറയുന്നത്. എന്തായാലും നിരവധി വോട്ടുകൾ, അത് പ്രത്യേകിച്ച് മംഗലാപുരം സൈഡിൽ നിന്ന് നിരവധി വോട്ടുകൾ ഇത്തവണ BJP അവിടെ ചേർത്തിട്ടുണ്ട്. വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഇടപെടലാണത്. കാരണം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ മഞ്ചേശ്വരം BJPക്ക് നഷ്ടപ്പെട്ടത് നിസ്സാര വോട്ടുകൾക്കായിരുന്നു. കഴിഞ്ഞതിന് മുന്നത്തെ തെരഞ്ഞെടുപ്പിൽ 2016 തെരഞ്ഞെടുപ്പിൽ 87 വോട്ടിനാണ് സുരേന്ദ്രനോട് പരാജയപ്പെട്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 750 വോട്ടുള്ളൂ. അപ്പോൾ ഈ വോട്ടെന്ന് പറയുന്നത് മറികടക്കാൻ പറ്റും എന്ന് BJP ഉത്തമമായി വിശ്വസിക്കുകയും അതിനുവേണ്ടി ചേർക്കാൻ പറ്റുന്ന അത്രമാത്രം വോട്ടുകൾ ചേർക്കുകയും പുതിയ തെരഞ്ഞെടുപ്പിൻ്റെ ഗോതയിൽ ഇറങ്ങുകയും ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രന് പറ്റിയൊരു അബദ്ധം, 2 സ്ഥലത്ത് മത്സരിച്ചു, ഹെലികോപ്റ്ററിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു നടന്നു. ആ ഹെലികോപ്റ്റർ യാത്രയാണ് അയാളെ പരാജയപ്പെട്ടത്. അപ്പോൾ ഈ വർഷം സുരേന്ദ്രന് ജയിക്കാനുള്ള എല്ലാ സാഹചര്യം ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ AKM അഷ്റഫ് സിറ്റിംഗ് MLA ആണ്. പക്ഷേ രസകരമായ ഒരു ഡാറ്റ അതിൻ്റെ അകത്ത്, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പിൽ UDFന് 20,000-ലധികം ഭൂരിപക്ഷം ആളുകൾ, നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത്രയധികം ഭൂരിപക്ഷം അവർക്കുണ്ട് എങ്കിൽ ആ ഭൂരിപക്ഷത്തെ എങ്ങനെ മറികടക്കാൻ കഴിയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പല്ല നിയമസഭാ തിരഞ്ഞെടുപ്പ്. അതിൻ്റെ അജണ്ട മാറും, ആളുകളുടെ ആസ്പിരേഷൻസ് മാറും, അവരുടെ തിരഞ്ഞെടുപ്പ് രീതികൾ മാറും. അതുകൊണ്ടാണ് ഈ 87 വോട്ടിനും 253 വോട്ടിനും ഒക്കെയുള്ള പരാജയത്തിലേക്ക് വരാൻ പറ്റുന്ന തരത്തിലേക്ക് BJPയുടെ വോട്ട് കയറി വരുന്നത്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ ഇതെല്ലാം പരിശോധിച്ച് പഴുതടച്ചുള്ള പരിശ്രമമാണ് BJPയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗും UDFും വളരെ ജാഗ്രതയോടെ അവരുടേതായ കാര്യങ്ങൾ ചെയ്യുന്നു. അവിടെ ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെയാണ് LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരേണ്ടതെന്ന് അവിടുത്തെ പ്രാദേശിക നേതൃത്വം പറഞ്ഞെങ്കിലും അതിലിടപെടേണ്ട എന്നാണ് CPMൻ്റെ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത്. കാരണം അവിടെ ഇടപെട്ട് മുസ്ലിം വോട്ട് വിഭജിച്ച് BJPയെ ജയിപ്പിക്കുന്നതിന് കാരണക്കാരായി തങ്ങൾ മാറി എന്ന് പറയുന്ന ഒരാക്ഷേപം വേണ്ട എന്ന് കരുതി അവർ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരിക്കുന്ന ജയാനന്ദിനെയാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. തുളു ഭാഷാ പണ്ഡിതനാണ് അദ്ദേഹം, പ്രഗത്ഭനാണ്. അപ്പോൾ CPMന് കിട്ടുന്ന വോട്ടുകൾ 40,000-ലധികം വോട്ടുകൾ CPMന് അവിടെ ശേഖരിക്കാനായിട്ട് കഴിയും. UDF അത് 60,000 ആക്കും. അങ്ങനെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 40,000 വോട്ടുകളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് 20,000 വോട്ടിൻ്റെ ഒരു ഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് കാലത്ത് UDFന് ലഭ്യമായത്. പക്ഷേ അത് നിയമസഭയിൽ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. നിയമസഭയിൽ നിലവിലുള്ള MLAയും മുസ്ലിം ലീഗിനെയും UDFനും അട്ടിമറിക്കാൻ കഴിയുമെന്ന് BJP വിശ്വസിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ പ്രവർത്തിച്ച രീതിയും വോട്ട് ചേർത്ത രീതിയുമാണ്. ഇപ്പോൾ തൃശ്ശൂർ നമുക്കറിയാം, സുരേഷ് ഗോപിയെ മത്സരിപ്പിക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ എങ്ങനെ ജയിപ്പിക്കണം എന്നതിന് ഒരു പ്രീ പ്ലാൻഡ് പൊസിഷൻ അവർക്കുണ്ടായിരുന്നു. വളരെ ആസൂത്രിതമായ നീക്കമായിരുന്നു. അങ്ങനെയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന്, ഗൾഫിൽ നിന്ന് വരെയുള്ള ആളുകളെ തൃശ്ശൂർ ഫ്ലാറ്റിൽ കൊണ്ട് താമസിപ്പിച്ച് അവിടുത്തെ വോട്ടർമാരാക്കി മാറ്റി ആ വോട്ടൊക്കെ അവർ വോട്ടർ പട്ടികയിൽ കൊണ്ടുവന്നു. അങ്ങനെ നിരവധി ആളുകൾ അവിടെ പുതിയ വോട്ടർമാരായിട്ട് വന്നു. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിജയത്തിലെ കലാശ്. പക്ഷേ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതേ ഘടകം, അതേ ടാക്ടിക്സ് മഞ്ചേശ്വരത്തെ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് BJP ഉപയോഗിക്കുന്നു. അതുകൊണ്ട് അവർ നിരവധി വോട്ടുകൾ, 36,000 വോട്ടെന്നൊക്കെ അവർ പറയുന്നു എന്നല്ലാണ്ട് ഞാനത് അത്രമായിട്ട് കണക്കാക്കുന്നില്ല. എങ്കിലും വളരെയധികം വോട്ടുകൾ മംഗലാപുരം സൈഡിൽ നിന്ന് അവർ മഞ്ചേശ്വരത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ആ വോട്ടുകൾ തീർച്ചയായിട്ടും BJPക്ക് വിജയത്തിലേക്ക് കുതിക്കാനായിട്ട് സഹായിക്കുന്നത്. കാരണം ഈ 87-253 ഒക്കെ അല്ലേ
അതൊക്കെ മറികടക്കാൻ 12,000 വോട്ട് അഡീഷണലായിട്ട് ചേർത്താൽ മതി. ആ കാഴ്ചപ്പാടോടുകൂടി നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് മഞ്ചേശ്വരത്ത് നിന്ന് കെ സുരേന്ദ്രൻ BJPയുടെ സ്ഥാനാർത്ഥി വിജയിച്ചു വരുന്നതായിരിക്കും. നമ്മൾ കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് എപ്പോഴും കേരളത്തിൽ BJPക്ക് ലഭിക്കാവുന്ന സീറ്റെന്ന് പറഞ്ഞ് ഉയർത്തി കാണിക്കുന്ന നേമം അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് എന്നൊക്കെയാണ് പറയുന്നത്. നേമവും വട്ടിയൂർക്കാവും അല്ലാതെ ഈ വട്ടം പ്രധാനമായിട്ടിങ്ങനെ ഉയർന്നു വരുന്ന സീറ്റുകളിലൊന്ന് മഞ്ചേശ്വരം തന്നെ. മഞ്ചേശ്വരത്തിൻ്റെ സാധ്യതയും ഡയമെൻഷനും വളരെ വലുതാണ്. അതുകൊണ്ട് ഒരുപക്ഷെ റിസൾട്ട് വരുമ്പോൾ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് ജയിച്ച വാർത്ത കേട്ടാൽ ഞെട്ടിയിട്ട് കാര്യമില്ല.